നമസ്കാരം. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വ്യാഴാഴ്ച ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമം ചെയ്ത പ്രതിക്ക് 30 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മേലൂർ പുലാനി സ്വദേശി മണിയാൻ പറമ്പിൽ വീട്ടിൽ വിപിനെയാണ് ചാലക്കുടി അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത്. വൈവിധ്യമാർന്ന വേനൽക്കാല വിളകൾ ഒരുക്കി എടത്തിരുത്തി വിത്തുൽപാദന കേന്ദ്രം. വിവിധയിനം വിളകളുടെ മാതൃകാ തോട്ടങ്ങളാണ് 25 ഏക്കറിലായി ഒരുക്കിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് അന്നദാന യജ്ഞ സമിതി നടത്തുന്ന അന്നദാന യജ്ഞത്തിന്റെ കലവറ നിറച്ചു. 3 ദിവസത്തെ അന്നദാനത്തിന് വ്യാഴാഴ്ച രാവിലെ തുടക്കമാകും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമം ചെയ്ത പ്രതിക്ക് 30 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചാലക്കുടി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2025 കേസിനാസ്പദമായ സംഭവം നടന്നത്. മേലൂർ പുലാനി സ്വദേശി മണിയാൻ പറമ്പിൽ വീട്ടിൽ വിപിനെയാണ് ചാലക്കുടി അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 30 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴ അടയ്ക്കാനും വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. കൊരട്ടി സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവ് ആദ്യ അന്വേഷണം നടത്തിയ കേസിൽ ഇൻസ്പെക്ടർ അമൃതരംഗൻ തുടരന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ASI ഷീബയും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് T ബാബുരാജ് ഹാജരായി. ലൈസൺ ഓഫീസർ CPO ചിത്തിര കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. വൈവിധ്യമാർന്ന വേനൽക്കാല വിളകൾ ഒരുക്കി എടത്തിരുത്തി വിത്തുൽപാദന കേന്ദ്രം. കൃഷി വകുപ്പിന്റെയും തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന എടത്തിരുത്തി നെൽവിത്തുൽപാദന കേന്ദ്രത്തിൽ നെൽകൃഷിക്ക് ശേഷം വിവിധയിനം വിളകളുടെ മാതൃകാ തോട്ടങ്ങളാണ് 25 ഏക്കറിലായി ഒരുക്കിയിരിക്കുന്നത്. പച്ചക്കറി വിളകളായ വെണ്ട, മത്തൻ, കുമ്പളം, കണിവെള്ളരി, സാലഡ് വെള്ളരി, കണിമത്തൻ, പയർ, വിവിധയിനം ചീരകൾ, പഴവർഗ്ഗങ്ങളായി പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ, ഷമാം എന്നിവയും കൃഷി ചെയ്തു വരുന്നുണ്ട്. ജലദൗർലഭ്യം നേരിടുന്ന പാടങ്ങളിൽ അനുവർത്തിക്കാവുന്ന ചെറുധാന്യ കൃഷിയും ഇവിടെ സജീവമാണ്. റാഗി, തിന, ചാമ, മണിച്ചോളം, കമ്പ് എന്നീ ചെറുധാന്യങ്ങളോടൊപ്പം എള്ള് കൃഷിയും മുതിര, ഉഴുന്ന്, ചെറുപയർ, വളപ്പയർ, തൂവര എന്നിങ്ങനെ വിവിധങ്ങളായ പയർ വർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സീഡ് ഫാമിലെ മുൻ കൃഷി ഓഫീസറും വയനാട് ആത്മ ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനം കയറ്റം ലഭിച്ചുപോയ S മിനിയുടെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷണ കൃഷി ആരംഭിച്ചത്. ഫാമിലെ ഉൽപ്പന്നങ്ങളെല്ലാം പൊതുജനങ്ങൾക്കും കർഷകർക്കും നേരിട്ട് വാങ്ങാവുന്ന സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജ്യോതിയിനം നെൽവിത്ത്, ചെറുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പൊട്ടുവെള്ളരി എന്നിവയുടെ വിത്തുകൾ എല്ലാം സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നതാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നമസ്കാരം, എൻ്റെ പേര് പ്രതീക്ഷ. സ്റ്റേറ്റ് സീഡ് ഫാം എടത്തുരുത്തിയിലെ കൃഷി അസിസ്റ്റൻ്റായി ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ നമ്മുടെ എടത്തുരുത്തി സ്റ്റേറ്റ് സീഡ് ഫാമിൻ്റെ മെയിനായിട്ടുള്ള നെൽകൃഷിയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. 25ഓളം ഏക്കറിലാണ് നമ്മൾ നെൽകൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ അതിലിപ്പോൾ നെൽകൃഷി കഴിഞ്ഞ് എന്ത് നമുക്ക് ചെയ്യാം, അത് നെൽകൃഷികർക്ക് എങ്ങനെ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവാം ലാഭകരമായ രീതിയിൽ എന്നുള്ളൊരു കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്ര ഏരിയയിൽ കൃഷി ഇത്തവണ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് തണ്ണിമത്തൻ, ഷമാം, പിന്നെ കണിവെള്ളരി, കണിമത്തൻ, പിന്നെ മത്തൻ, കുമ്പളം, ചീര, പിന്നെ എള്ള്, ചെറുപയർ, ഉഴുന്ന്, അതുപോലെ തന്നെ പയർ, പിന്നെ വളപ്പയറുകൾ, സണ്ണമ്പ് പോലുള്ള വിളകൾ, പിന്നെ ധാന്യവിളകളായിട്ടുള്ള കമ്പ്, തിന, ചാമ, റാഗി എന്നിങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്ത് ഇത്തവണ കൃഷി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു ചെറിയ ഷോർട്ടേജ് ഉണ്ട്. വെള്ളം നമുക്ക് കിട്ടാൻ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഫാമിൻ്റെ അവസ്ഥ. എന്നാലും വൈകാതെ തന്നെ ചെർക്കൽ ചെറുപുഴ റോട്ടിലെ വെള്ളം നമുക്കിവിടെ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
കൊടുങ്ങല്ലൂർ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് അന്നദാന യജ്ഞ സമിതി നടത്തുന്ന അന്നദാന യജ്ഞത്തിന്റെ കലവറ നിറച്ചു. 3 ദിവസത്തെ അന്നദാനത്തിന് വ്യാഴാഴ്ച രാവിലെ തുടക്കമാകും. ഇന്നലെ പ്രാദേശികമായ 90ഓളം സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച പച്ചക്കറികൾ, പലവ്യഞ്ജനം എന്നിവയെല്ലാം യജ്ഞസേവകർ അന്നദാന യജ്ഞ പന്തലിൽ എത്തിച്ചു. അന്നദാന പന്തലിൽ നടന്ന ചടങ്ങിൽ അന്നദാന യജ്ഞ സമിതിയുടെ ചെയർമാൻ പി നാരായണൻകുട്ടി മേനോൻ, വർക്കിംഗ് ചെയർമാൻമാരായ മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ, ത്രിവിക്രമൻ അടികൾ, മാതൃസമിതി അംഗങ്ങളായ പത്മ വിവേകാനന്ദൻ, പത്മജ ശശികുമാർ, സവിത ശിവദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 3 ലക്ഷത്തിലധികം പേർക്ക് ഭക്ഷണം നൽകും. നാളെ രാവിലെ 9:30 കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അന്നദാനം ഉദ്ഘാടനം ചെയ്യും. വയനാട് ദുരന്ത ബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ നിന്നും പിരിച്ചെടുത്ത തുക എവിടെ എന്നുള്ള ചോദ്യം ഉയർത്തി ഡിവൈഎഫ്ഐ മാളയിൽ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ഈ നാടിനോട് എന്താണ് കമ്മിറ്റ്മെന്റ് ഉള്ളത്? അവർക്ക് ഈ നാടിനോട് എന്താണ് ആത്മബന്ധമുള്ളത്? ഈ നാട്ടിലെ മനുഷ്യനെ പറ്റിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരല്ല പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി. ഈ നാടിനകത്ത് വർത്തമാനം എന്താ? ഈ നാടിനകത്ത് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇട്ടിട്ട് ഇറങ്ങി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് എന്നാ പറയാൻ വേണ്ടി ശ്രമിക്കുക. ആ വെള്ളരിപ്രാവുകളുടെ സ്വഭാവം നമുക്ക് അറിഞ്ഞൂടെ? കന്നിക്കുഴി സതീശന്മാരെ പോലെ നമ്മളൊക്കെ ഒരു സിനിമയ്ക്കകത്ത് കണ്ടതുപോലെ ഈ പറഞ്ഞ വളഞ്ഞ വിദ്യയിൽ നാട്ടിനകത്ത് സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ, നാടിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന മനുഷ്യരല്ലേ, പ്രവർത്തകരല്ലേ കോൺഗ്രസ്? അതിന്റെ അനുഭവമല്ല പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ ഈ വിചാരണ സദസ്സിന്റെ പോസ്റ്റർ ഒട്ടിച്ചപ്പോ ആ പോസ്റ്ററിന്റെ മുകളിൽ പോയി ഈ മഹാനായ വ്യക്തിയുടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ ഈ മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കുന്നത് എന്തിനാ? ഇതാണ് കഞ്ഞിക്കുഴി സ്വഭാവം എന്ന് പറയാം. നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ബോധപൂർവമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ഇങ്ങനെയല്ലേ ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ നാഷണൽ യൂത്ത് കോൺഗ്രസ്. ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് പ്രസിഡന്റ് PV വിനു, ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ മണ്ഡലം കൺവീനർ IS അക്ഷയ്, ജില്ലാ കമ്മിറ്റി അംഗം സാന്ദ്ര മോഹൻ, സാലിഖ് ഫസലുദ്ദീൻ, C ധനുഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് മാളയിൽ പര്യടനം നടത്തി. BJP BDJS 2020 നേതാക്കളും നിരവധി പ്രവർത്തകരും പര്യടനത്തിൽ അണിനിരന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KK അജയ്കുമാർ, മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, സംസ്ഥാന സമിതി അംഗം KG മോഹനൻ, CS അനുമോദ്, ഷാജു മറ്റത്തിൽ, ജോയ് മാതിരപ്പള്ളി, BDJS സംസ്ഥാന സമിതി അംഗം ദിനിൽ മാധവ്, ജില്ലാ പ്രസിഡന്റ് PK രവീന്ദ്രൻ, 2020 മണ്ഡലം സെക്രട്ടറി ജോയ് ചേരിയകര എന്നിവർ സ്ഥാനാർത്ഥിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. 2020 നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ഡോക്ടർ വർഗീസ് ജോർജ്. അഷ്ടമിച്ചിറ ഈസ്റ്റ് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ഇമാം നജീബ് ഹിഷാമി ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി പ്രസിഡന്റ് PS അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു അശോക്, പഞ്ചായത്ത് അംഗങ്ങളായ ജിജി, രേഖ എന്നിവർ വിശിഷ്ടാതിഥികളായി. ജിജോ മാടപ്പള്ളി, ജോയ് മാതിരപ്പള്ളി, പ്രജോത്, പ്രദീപ്, ദിനേശ് എന്നിവർ സംസാരിച്ചു. VM നിസാർ, താജുദ്ദീൻ, അബ്ദുൽ കരീം, അബ്ദുൽ ഖാദർ കോയ, ഫൈസൽ, സജാദ്, അജി, ഷമീർ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമം ചെയ്ത പ്രതിക്ക് 30 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മേലൂർ പുലാനി സ്വദേശി മണിയാൻ പറമ്പിൽ വീട്ടിൽ വിപിനെയാണ് ചാലക്കുടി അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത്.
വൈവിധ്യമാർന്ന വേനൽക്കാല വിളകൾ ഒരുക്കി എടത്തിരുത്തി വിത്തുൽപാദന കേന്ദ്രം. വിവിധയിനം വിളകളുടെ മാതൃകാ തോട്ടങ്ങളാണ് 25 ഏക്കറിലായി ഒരുക്കിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് അന്നദാന യജ്ഞ സമിതി നടത്തുന്ന അന്നദാന യജ്ഞത്തിന്റെ കലവറ നിറച്ചു. 3 ദിവസത്തെ അന്നദാനത്തിന് വ്യാഴാഴ്ച രാവിലെ തുടക്കമാകും. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.